2024 ഡിസംബർ 25 ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ അടുത്ത പകൽ അവർ സാക്ഷികളാകാൻ പോകുന്നത് ലോകം കാണാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സുനാമി ദുരന്തത്തിനാണ് എന്ന് അവരിൽ ആരും കരുതിയിട്ടുണ്ടാകില്ല. കലി തുള്ളിയെത്തിയ കടൽ നിമിഷ നേരം കൊണ്ടാണ് കണ്ണിൽ കണ്ട സർവ്വതിനെയും നശിപ്പിച്ചത്. ഇന്ത്യയടക്കം 14 രാജ്യങ്ങളിൽ നാശം വിധിച്ച സുനാമി 2.25 മനുഷ്യ ജീവനുകളെയാണ് കടലിലേക്ക് കൊണ്ടുപോയത്. ഇന്നും ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി തുടരുന്ന 2024 ആ സുനാമിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. 2024 ഡിസംബർ 26 ക്രിസ്മസ് ദിനത്തിന് പിറ്റേ ദിവസം രാവിലെ 7:59 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്ത് കടലിനടിത്തട്ടിൽ ഉണ്ടായ വൻ ഭൂകമ്പമാണ് എല്ലാത്തിന്റെയും തുടക്കം. ഈ ഭൂകമ്പം കാരണം കടലിൽ രാക്ഷസ തിരമാലകളായി രൂപപ്പെട്ടു. ഭൂകമ്പമാപിനിയിൽ 9.1 രേഖപ്പെടുത്തിയ പ്രകമ്പനം 1 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂകമ്പമായിരുന്നു അത്. 30 ക്യൂബിക് കിലോമീറ്റർ വെള്ളം കടലിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. ഇവർ രാക്ഷസ തിരമാലകളായി ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ആഞ്ഞടിച്ചു. ആൻഡമാൻ ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുനാമി രൂപം കൊണ്ടത്. ഭൂകമ്പം ഉണ്ടായി 15 മിനിറ്റ് പിന്നീട് മുൻപ് കൂറ്റൻ തിരമാലകൾ സുമാത്രയിലും ദ്വീപുകളിലെ തീരപ്രദേശങ്ങളെ സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്തോനേഷ്യയിലെ അഷേഹയിൽ 30 മീറ്റർ അതായത് 65 അടി ഉയരത്തിൽ തിരമാലകൾ താണ്ഡവമാടിയത്. ഭൂകമ്പമുണ്ടായി 2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളെ സുനാമി വിഴുങ്ങിയിരുന്നു. ഇന്ത്യയിൽ രാവിലെ 9-നും 10-നും ഇടയിലാണ് സുനാമി തിരമാലകൾ വന്നത്. കന്യാകുമാരി, ചെന്നൈയിലെ മറിയ ബീച്ച്, ആന്ധ്ര, പുതുച്ചേരി, കേരള തീരങ്ങൾ എന്നിവിടങ്ങളിലും ഇവിടെയൊക്കെയാണ് സുനാമി ആഞ്ഞടിച്ചത്. ചെന്നൈയിലെ മറീന ബീച്ചിൽ ക്രിസ്മസ് അവധി ആഘോഷിക്കാനെത്തിയവരെ കടലെടുത്തു. വേളാങ്കണ്ണിയിലും കന്യാകുമാരിയിലും നിരവധി മത്സ്യബന്ധ ഗ്രാമങ്ങൾ പൊടുങ്ങനെ അപ്രത്യക്ഷമായി. മണിക്കൂറിൽ 800 കിലോമീറ്റർ സ്പീഡിലാണ് തിരമാലകൾ കരയിലേക്ക് എത്തിയത്. വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഭൂകമ്പമുണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യയിലടക്കം ഇത്ര നാശം വിധിച്ചത്. സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു. കേട്ടറിവ് മാത്രമുള്ള സുനാമി ഇന്ത്യക്കും ഒരു ഭീഷണി ആയതോടെ ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം 2007 ഒക്ടോബർ 1 മുതൽ ഹൈദരാബാദിൽ ആരംഭിച്ചു. സുനാമിയെ കുറിച്ച് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ തെറ്റായിട്ട് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.